ഹലോ ഗായ്സ്, വണക്കം വന്ദനം. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് ഹൈഅപ്പ് അല്ലെങ്കിൽ ട്രക്ക് മൗണ്ടഡ് ക്രെയിൻ എന്ന് പറയും. നമ്മുടെ നാട്ടിൽ ഇത് അത്ര ഫെമിലിയർ അല്ല. സിമ്പിളി പറയുകയാണെങ്കിൽ ഒരു ട്രക്കിനകത്ത് ഒരു ക്രെയിൻ്റെ യൂണിറ്റ് കണക്ട് ചെയ്ത് വെച്ചേക്കുന്നു. ചെറിയ ചെറിയ ലിഫ്റ്റിംഗ് പർപ്പസിനായിട്ട് ഇത് യൂസ് ചെയ്യാം. ഇത് അത്ര ഹൈ എൻഡ് സ്പെസിഫിക്കേഷൻ ഉള്ള ഒരു ക്രെയിൻ അല്ല, പക്ഷേ ഒരു 15 റൺ 20 റൺ മാക്സിമം ലോഡ് കപ്പാസിറ്റി അതായിരിക്കും. അതൊക്കെ ലിഫ്റ്റ് ചെയ്യാൻ ഇത് തന്നെ ധാരാളം. ഈ കണക്ട് ചെയ്തേക്കുന്ന ട്രക്ക് എന്ന് പറയുന്നത് ഹിനോയുടെ ട്രക്കാണ്. ഹിനോ ടൊയോട്ടയുടെ ഒരു സബ്സിഡറി ബ്രാൻഡാണ്. ഇന്ത്യയിൽ ഈ ബ്രാൻഡ് ഇതുവരെ എത്തിയിട്ടില്ല. ഇത് അവർ അത്യാവശ്യം സെല്ലിംഗ് ആയിട്ടുള്ള ഒരു മോഡലാണ്. 500 ആണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ. 5 ലിറ്റർ ടർബോ എഞ്ചിൻ വരുന്നുണ്ട്. പിന്നെ 4x2 ആണ്. ഇതിൻ്റെ 4x4 4x8 ഒക്കെ വെർഷൻസ് അവൈലബിൾ ആണ്. പിന്നെ ഇതാണ് ഇതിൻ്റെ ക്രെയിൻ സിസ്റ്റം. ഇതിൻ്റെ ഓപ്പറേറ്റീവ് ലിവേഴ്സ് ആണ്. എമർജൻസി സ്റ്റോപ്പ് ബട്ടൺ ഉണ്ട്. പിന്നെ മീറ്റർ ഗേജ് ഉണ്ട്. പിന്നെ ഇത് നമുക്ക് 2 ഹൈഡ്രോളിക് ജാക്ക്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡിൽ ഹൈഡ്രോളിക് ജാക്ക് അവൈലബിൾ ആണ്. ഇതാണ് അതിൻ്റെ ക്രെയിൻ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇത് ആവശ്യമുള്ള ടൈമിൽ ഓപ്പൺ ചെയ്തത്, അല്ലാത്തപ്പം മടങ്ങി ഒതുങ്ങി ഉള്ളിലിരിക്കും. ഇത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാം. പക്ഷേ ഇതിന് ലിഫ്റ്റിങ്ങിന് ഇതിൻ്റേതായ ലിമിറ്റേഷൻസ് ഉണ്ട്. പിന്നെ ഇന്റീരിയറിലേക്ക് വരുമ്പോൾ അത്യാവശ്യം ഡ്രൈവർ കംഫർട്ടബിൾ ആയിട്ടുള്ള ഇന്റീരിയറാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അത്യാവശ്യം വലിയ സ്റ്റിയറിംഗ് വീല്, ഇൻഫോർട്ടൈൻമെൻറ്റ് ഫെസിലിറ്റീസ്, എയർ കണ്ടീഷൻഡ് ക്യാബിൻ, ഇതെല്ലാം ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഗിയർ ബോക്സിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള 9 സ്പീഡ് ഗിയർ ബോക്സാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ കാണുന്ന റെഡ് സ്വിച്ചാണ് ഇതിൻ്റെ ക്രെയിൻ്റെ ഹൈഡ്രോളിക്സ് ഓപ്പൺ ചെയ്യാനുള്ള സ്വിച്ച്. പിന്നെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം മിനിമലായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്, പക്ഷേ ഇൻഫർമേഷൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ചെക്ക് ലിസ്റ്റ്. ഇത് സേഫ്റ്റിയുടെ പർപ്പസായിട്ട് നമ്മൾ ഹൈപ്പ് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇതിനകത്ത് ഓരോ പോയിൻറ്റ്സും നമ്മൾ മേക്ക് ഷുവർ ചെയ്യണം ഇതെല്ലാം വാലിഡ് ആയിട്ടുണ്ട്, ഇതിൽ ഫോൾട്ടൊന്നുമില്ല എന്ന് എൻഷുർ ചെയ്തിട്ട് മാത്രമേ നമുക്ക് ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇത് നമുക്ക് അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും വണക്കം വന്ദനം.